കിട്ടിയാലോ അയ്യോ വെള്ളച്ചുരിദാറിന് കുറുകെ ഔദ്യോഗിക മുദ്രയും അണിഞ്ഞ് സിജി നടന്നു കയറിയത് ഒരു ചരിത്രത്തിലേക്കാണ്. രാജ്യാന്തര പവർ ലിഫ്റ്റിംഗ് താരമായിരുന്ന സിജിയാണ് സംസ്ഥാനത്തെ ഏക വനിതാ ഡഫേദാർ. ഒരു വനിത എന്നുള്ള രീതിയിൽ നേരത്തെ ഇവിടെ എല്ലാം ജെൻസ് ആയിരുന്നു. അപ്പം ഒരു സീനിയോറിറ്റി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തതാണ്. സന്തോഷമാകുന്നതുണ്ട്. മുൻ ഡഫേദാർക്ക് ക്ലർക്കായി സ്ഥാനക്കയറ്റം ലഭിച്ചതോടെയാണ് ഓഫീസ് അസിസ്റ്റന്റായ സിജിക്ക് പുതിയ ചുമതല ലഭിച്ചത്. വനിതയെ പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കുന്നതിൽ കളക്ടർ അലക്സ് വർഗീസിനും പൂർണ്ണ സമ്മതമായിരുന്നു. വർക്കിംഗ് ടൈമിൽ ഒരു പ്രത്യേകതയില്ല. നേരത്തെ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണിക്കൊക്കെ വർക്ക് ചെയ്തിട്ടും. അപ്പോൾ ഇതിനൊക്കെ മിക്കവാറും ആൾക്കാരൊക്കെ ഒന്നും ഇതിന് തയ്യാറെടുത്ത് വെച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശ്രീമതി സിജി കാണിച്ചൊരു വലിയൊരു മാത്രമായ കാര്യമാണ്. അവർ സ്വയമേ ഇത് ഏറ്റെടുക്കാണ്ട് മുന്നോട്ട് വരികയും കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു വനിതാ ഡഫേദറെ നമുക്ക് ആലപ്പുഴ കളക്ടറേറ്റിൽ കിട്ടിയിട്ടുള്ള സന്തോഷമാണ് നമുക്കറിയാനുള്ളത്. ചേംബറിൽ കളക്ടർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുക, കളക്ടറുടെ സന്ദർശകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഡഫേദാറിന്റെ ജോലി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഈ ഡഫേദാർമാരുടെ വേഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വേഷമാണല്ലേ? നമ്മളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കും. ഈ ബ്രിട്ടീഷ് ഭരണത്തെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേഷം. ആദ്യ വനിതാ ഡഫേദാർ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്, സിജിയാണ്. സിജിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയൂ രഘു. സിജ പറഞ്ഞതുപോലെ ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ കാലത്തിൻ്റെ തുടർച്ചയാണ് ഈ വേഷം. ഇത് ഈ ജനാധിപത്യം ഇത്രയേറെ വർഷമായിട്ടും ഒപ്പം തന്നെ കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഈ വേഷം നമ്മൾ സാധാരണ നിലയിൽ നാടകങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു വേഷം തുടരണോ എന്ന് ബന്ധപ്പെട്ട അധികാരികളാണ്, ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്. കളക്ടർക്ക് മാത്രമല്ല, ഗവർണർമാർ, ജുഡീഷ്യൽ ഓഫീസർമാർ, ചെന്നൈ പോലെയുള്ള മഹാനഗരങ്ങളിലെ മേയർമാർ, അവർക്കെല്ലാം ഇത്തരത്തിൽ ഡഫേദാർമാരുണ്ട്. ഇവരുടെ ജോലി എന്ന് നമ്മൾ പറയുന്ന PA, പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. ആ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വേഷമാണിത്. ഈ പ്രത്യേകിച്ച് പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഈ കളക്ടറുടെ ഡഫേദാർ ആയിരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. കളക്ടർ എത്തുന്നതിന് മുൻപ് കളക്ടറേറ്റിൽ ഉണ്ടാവണം. കളക്ടർ പോയി കഴിഞ്ഞേ കളക്ടറേറ്റിൽ നിന്ന് പോകാവൂ. സാധാരണ നിലയിൽ സർക്കാർ ജീവനക്കാരുടെയൊക്കെ വർക്കിംഗ് അവേഴ്സ് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതിന് വർക്കിംഗ് അവേഴ്സ് ഇല്ല. കാരണം കളക്ടറുടെ ജോലി എന്നൊക്കെ പറയുന്നത് വളരെ തിരക്കുള്ള ജോലിയാണ്. അദ്ദേഹം ചില കളക്ടർമാരൊക്കെ 10 മണി 11 മണി വരെയൊക്കെ ഓഫീസിലിരുന്ന് ഫയലുകളൊക്കെ നോക്കേണ്ടി വരും. ആ സമയം അത്രയും ഡഫേദാർ അവിടെ തുടരണം. എന്ന് മാത്രവുമല്ല, എൻ്റെയൊക്കെ ചെറുതിലെ നമ്മൾ കളക്ടറേറ്റിലോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ, ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു വേഷം നമ്മൾ വളരെയധികം കൗതുകത്തോടു കൂടി ശ്രദ്ധിക്കുന്ന ഒരു വേഷമാണ്. എനിക്കിതിനകത്ത് എപ്പോഴും താരതമ്യം പെടുത്താൻ തോന്നാറുള്ള ഡഫേദാറിൻ്റെ വേഷവും നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയർമാരുടെ വേഷവും ഏകദേശം ഒരേപോലെ. ഈ അശോക സ്തംഭത്തിൻ്റെയൊക്കെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊരു ഈ കൂടുതൽ ആയാസമുള്ള ജോലിയാണെങ്കിൽ പോലും ഭയങ്കര ഒരു പവർ, നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു അധികാരത്തിൻ്റെ ഭാഗമായി മാറും. കാരണം ഈ കളക്ടർമാർ, ഈ ഡഫേദാർ, ഇനി ഇവർ വിരമിക്കുന്നത് വരെ അല്ലെങ്കിൽ ഇവർക്ക് പ്രൊമോഷൻ കിട്ടുന്ന അടുത്ത തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നതും വരെ ഇവരായിരിക്കും ഡഫേദാറായിട്ട് തുടരുക. അപ്പോൾ കളക്ടർമാരിങ്ങനെ വന്നു പോകും. പക്ഷേ ആ കളക്ടറേറ്റിൻ്റെ പരിസരവും അല്ലെങ്കിൽ കളക്ടറുടെ മുറി അടക്കം ഇതിൻ്റെ യഥാർത്ഥ കസ്റ്റോഡിയൻ എപ്പോഴും ഇവർ തന്നെ ആയിരിക്കും. സ്വാഭാവികമായി തന്നെ ഇവർ ഈ ചേച്ചി തന്നെ വർഷങ്ങളായി കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് സ്ഥിരമായി മുഖപരിചയമുള്ള ആളാണ്. നിലവിൽ തന്നെ കളക്ടറുടെ പുറത്ത്, ഓഫീസിന് പുറത്ത് ഡഫേദാറിൻ്റെ ജോലി അല്ലാത്ത ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ് ഇവർ. ഇനി ഡഫേദാറിൻ്റെ ജോലിയാകുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു വസ്ത്രത്തിൻ്റെ ഒരു പളവളപ്പൊക്കെ നൽകുന്ന ഒരു അധികാരം കൂടിയുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഒരു വലിയ പോസ്റ്റ് കൂടിയാണ്. കളക്ടറുടെ ഏറ്റവും വലിയ വിശ്വസ്തരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടെയൊക്കെ ആളുകളെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന കുറച്ച് വേണമെങ്കിൽ ശുപാർശയൊക്കെ കളക്ടറോട് നേരിട്ട് തസ്തിക താഴെയാണെങ്കിൽ നേരിട്ട് ശുപാർശ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ജോലി കൂടിയാണ് ഡഫേദാറിൻ്റേത്. വേറെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ ഒരു വനിതാ ഡഫേദാർ ലിപ്സ്റ്റിക് ഇട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങളൊക്കെ വന്നത്. രാജ്യത്തെല്ലായിടത്തും ഇത്തരത്തിൽ വനിതാ ഡഫേദാർമാരുണ്ട്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ ഡഫേദാർ ചുമതല ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ശരിയാണ് രഘു. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട തിരക്കിട്ട ഒരു ജോലിയാണ് സിജി ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ ലിഫ്റ്ററാണ് ഇപ്പോൾ എടുത്തുയർത്തിയിരിക്കുന്നത്. ഒരു ചരിത്രമാണ്.